ബ്രിട്ടീഷുകാരുണ്ട്, കർഷകരുണ്ട്. അപ്പൊ രണ്ടുപേരുടെയും ഇടയിൽ ഭൂ ഉടമകളായിട്ടുള്ള സെമീന്ദാന്മാരുണ്ട്. നമ്മൾ ഈ കൈയിട്ട് വാരുക എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടല്ലോ. അപ്പൊ ദക്ഷിണേന്ത്യക്കാരാണ് കൈയിട്ട് വാരുന്നത്. അപ്പൊ റേറ്റ് വാരി ദക്ഷിണേന്ത്യ, റേറ്റ് വാരി ദക്ഷിണേന്ത്യ. ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള ഭൂനികുതി വ്യവസ്ഥകൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇപ്പം വരാൻ പോകുന്ന 10th പ്രിലിംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ +2 ലെവൽ എക്സാംസ് ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ, ഇതിനെല്ലാം നമുക്ക് ഈ ഒരു ഭൂനികുതി വ്യവസ്ഥകൾ നമുക്ക് ചോദിക്കും. ഓക്കെ, പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ഭൂനികുതി വ്യവസ്ഥകളെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. ആ ഭൂനികുതി വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ട് പുതിയ SCERTയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. പഠിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പുതിയ SCERT തന്നിട്ടുണ്ട്. നമ്മളപ്പോൾ ആ കാര്യങ്ങൾ പഠിച്ച് നമുക്ക് 1-2 ക്വസ്റ്റ്യൻസും കൂടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ശരി, വളരെ എളുപ്പമാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പഠിച്ചിരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാനുള്ളത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് എന്ന് പറയും കേട്ടോ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഇതിന് തന്നെയാണ്, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി. വർഷം പഠിച്ചോണം, വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കുന്നത്. അപ്പൊ അത് എവിടെയാണ് നടപ്പിലാക്കിയെന്ന് കേട്ട് കഴിഞ്ഞാൽ ബംഗാൾ, ബീഹാർ, ഒറീസ ഈ പ്രദേശങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കുന്നത്. കോൺവാലിസ് പ്രഭുവാണ് നടപ്പിലാക്കുന്നത്. ആരാണ് നടപ്പിലാക്കുന്നത്? കോൺവാലിസ് പ്രഭുവാണ് നടപ്പിലാക്കുന്നത്. ഓക്കെ, ഈ കോൺവാലിസ് പ്രഭുവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അറിയാം എന്താണ് ഇദ്ദേഹത്തിന്റെ 1-2 ക്വസ്റ്റ്യൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ കോൺവാലിസ് ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് കോൺവാലിസ് ആണ്. അതുപോലെ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി നമുക്കറിയാം. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പൊ ആ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് കോൺവാലിസ് ആണ്. അങ്ങനെ പല ചോദ്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്, കോൺവാലിസുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കുമ്പോൾ ആരാണ് അല്ലെങ്കിൽ നടപ്പിലാക്കിയ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺവാലിസ് ആണ്. ഓക്കെ, ഇനി അതിന്റെ സവിശേഷതകൾ ഇവിടെ പറയുന്നുണ്ട്. അതാണ് ഇമ്പോർട്ടന്റ്. ഭൂവുടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നത് ബ്രിട്ടീഷുകാരുണ്ട്, കർഷകരുണ്ട്. അപ്പൊ രണ്ടുപേരുടെയും ഇടയിൽ ഭൂ ഉടമകളായിട്ടുള്ള സെമീന്ദാന്മാരുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ സംവിധാനത്തെ നമ്മൾ വിളിക്കുന്നത് സെമീന്ദാരി സമ്പ്രദായം എന്നാണ്. എന്താ കുട്ടികളെ? സെമീന്ദാരി സമ്പ്രദായം. അപ്പം സെമീന്ദാരി സമ്പ്രദായം എന്നറിയപ്പെടുന്ന ഭൂനികുതി വ്യവസ്ഥ ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. അതൊന്ന് മനസ്സിലാക്കി കേട്ടോ. അപ്പൊ ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില സീസണിൽ വിളവ് ഉണ്ടാകും, ചില സീസണിൽ വിളവ് കുറവായിരിക്കും. അപ്പൊ ആ ഏറ്റക്കുറച്ചിലൊന്നും പരിഗണിക്കാതെ തന്നെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകണമായിരുന്നു. അതായത് വിളവുണ്ടോ ഇല്ലേ അന്ന് നോക്കേണ്ട ആവശ്യമില്ല, നികുതി കൃത്യമായി കർഷകർ എന്ത് ചെയ്യണം, ഈ സെമീന്ദാർമാർക്ക് കൊടുക്കണം. മനസ്സിലായി? അപ്പൊ ആ ഒരു സമ്പ്രദായമാണ് എന്ന് പറയുന്നത് ശാശ്വത ഭൂനികുതി സമ്പ്രദായം. അപ്പൊ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുക, ശാശ്വത ഭൂനികുതി അല്ലെങ്കിൽ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് 1793 കോൺവാലിസ് നടപ്പിലാക്കിയ സ്ഥലം ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലാണ് നടപ്പിലാക്കിയത്. പിന്നെ പറഞ്ഞു എന്തൊക്കെ പ്രത്യേകത കേട്ട് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ഭൂ ഉടമകളായിട്ടുള്ള സെമീന്ദാർമാരാണ് എന്ത് ചെയ്തത് കുട്ടികളെ, ഈ പറയുന്ന ഭൂനികുതി പിരിച്ചിരുന്നത്. വിളവിൽ ഏറ്റക്കുറച്ചിലുണ്ടോ ഇല്ലേ ഒന്നും പരിഗണിക്കാതെ തന്നെ നികുതി നൽകണമായിരുന്നു. അതുകൊണ്ട് ഈ സമ്പ്രദായത്തിന്റെ മറ്റൊരു പേര് നമ്മൾ പഠിച്ചു, സെമീന്ദാരി സമ്പ്രദായം. എന്താ കുട്ടികളെ? സെമീന്ദാരി സമ്പ്രദായം. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം മറക്കണ്ട. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് കോൺവാലിസ് ആണ്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പിടുമ്പോൾ ഗവർണർ ജനറൽ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ അതും കോൺവാലിസ് ആണ്. പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഓൾ ഇന്ത്യ സർവീസ് അതിന്റെ പിതാവാര, ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവാര കുട്ടികൾ ഒന്ന് കമന്റ് ചെയ്യണേ, അറിയാന്നുള്ള കമന്റ് ചെയ്യണം. ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവാരെന്നും ഇന്ത്യൻ സിവിൽ സർവീസ് ദിനം ഏതെന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്യേ. സിവിൽ സർവീസ് ദിനം ഏതെന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്യേ കേട്ടോ. നിങ്ങൾക്ക് അറിയാമെന്ന് നോക്കട്ടെ. അറിയാത്ത കുട്ടികളും പഠിക്കുമല്ലോ, നിങ്ങൾ കമന്റ് ചെയ്യണ്ടിട്ട്. അപ്പൊ കമന്റ് ചെയ്യണേ മറക്കരുതേ. അപ്പൊ ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഏതാ? അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് റേറ്റ് വാരി സമ്പ്രദായമാണ്. റേറ്റ് വാരി
റേറ്റ് വാരി സമ്പ്രദായം 1820 റേറ്റ് വാരി സമ്പ്രദായം 1820 റേറ്റ് വാരി സമ്പ്രദായം ഏത് വർഷം? 1820 നടപ്പിലാക്കിയത് ദക്ഷിണേന്ത്യയിലും ഡെക്കാൻ റീജിയനിലുമാണ് നടപ്പിലാക്കിയത്. ഓക്കെ അല്ലേ? ദക്ഷിണേന്ത്യ, ഡെക്കാൻ റീജിയൻ. അപ്പൊ ഈ പ്രദേശങ്ങളിലാണ് എന്ത് സമ്പ്രദായം നടപ്പിലാക്കിയത്? റേറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. അപ്പൊ വർഷം 1820 നടപ്പിലാക്കിയത് ദക്ഷിണേന്ത്യ, പിന്നെ ഡെക്കാൻ റീജിയനിലും. ഓക്കെ, ദക്ഷിണേന്ത്യക്കാർ കൈയിട്ട് വാരും ഓർത്താൽ മതി. നമ്മൾ ഈ കൈയിട്ട് വാരുക എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടല്ലോ. അപ്പൊ ദക്ഷിണേന്ത്യക്കാരാണ് കൈയിട്ട് വാരുന്നത്. അപ്പൊ റേറ്റ് വാരി ദക്ഷിണേന്ത്യ, റേറ്റ് വാരി ദക്ഷിണേന്ത്യ, കൈയിട്ട് വാരി ദക്ഷിണേന്ത്യക്കാരെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അലക്സാണ്ടർ റീഡും തോമസ് മൺറോയും നടപ്പിലാക്കിയ ആൾക്കാരുടെ പേരെന്താണ്? അലക്സാണ്ടർ റീഡും തോമസ് മൺറോയുമാണ് നടപ്പിലാക്കിയത്. സിമ്പിൾ ആണ്. തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ്. ഏതാ? റൈറ്റ് വാരി. കോൺവാലിസ് ശാശ്വത ഭൂനികുതി. മാറിപ്പോവരുത്. ഇനി കർഷകരെ ഭൂ ഉടമകളായി പരിഗണിച്ചു. ഇവിടെ റൈറ്റ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് കർഷകരെയാണ് റൈറ്റ് എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് എന്ന് വെച്ചാൽ കർഷകരാണ് കേട്ടോ. റൈറ്റ് എന്ന് വെച്ചാൽ കർഷകരാണ്. കർഷകരായിരുന്നു ഭൂ ഉടമകള്. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി വരിച്ചു. അതായത് നമ്മുടെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പോലെ ഇടയിൽ ആളില്ല. നേരിട്ട് കർഷകരിൽ നിന്ന് എന്ത് ചെയ്തു കുട്ടികളെ? ബ്രിട്ടീഷുകാരുടെ നികുതി പിരിക്കുകയാണ് ചെയ്തത്. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുകയും നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തുകയോ അല്ലെങ്കിൽ നികുതി നൽകാതിരിക്കുകയോ ചെയ്ത കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയോ ചെയ്തിരുന്നു ഈ ഒരു സമ്പ്രദായത്തിൽ. മനസ്സിലായോ? ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം വർഷം 1820 ദക്ഷിണേന്ത്യ, ഡെക്കാൻ പ്രദേശങ്ങൾ തോമസ് മൺറോയും അലക്സാണ്ടർ റീഡുമാണ് ഓക്കെ ഇത് നടപ്പിലാക്കിയത്. കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ചു. റൈറ്റ് എന്ന് വെച്ചാൽ കർഷകരാണ് കേട്ടോ. അടുത്ത, ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകാത്ത കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു കുട്ടികളെ? പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് സമ്പ്രദായത്തിൽ? റൈറ്റ് വാരി സമ്പ്രദായത്തിൽ. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ലാസ്റ്റ് മഹൽവാരി. ഞാൻ കുറച്ച് മുകളിലോട്ട് വയ്ക്കാവേ. മഹൽവാരി 1820 പേന വന്നില്ലേടാ 1822 ശാശ്വത ഭൂനികുതി വർഷം നോർത്തെ 1793. റൈറ്റ് വാരി വർഷം നോർത്തെ 1820. കണ്ടോ? മഹൽവാരി സമ്പ്രദായം 1822 നടപ്പിലാക്കിയത് ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. നമ്മൾ മുമ്പ് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ എന്ന് മാത്രമേ ഇത് പഠിച്ചിട്ടുള്ളൂ. പക്ഷെ പുതിയ SCERT-യിൽ കൃത്യമായി കൊടുക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും പഞ്ചാബിലുമാണ് നടപ്പിലാക്കിയത്. ഓക്കെ അല്ലേ? അപ്പൊ ബംഗാൾ, ബീഹാർ, ഒറീസ ശാശ്വത ഭൂനികുതി. ദക്ഷിണേന്ത്യ, ഡെക്കാൻ പ്രദേശം റൈറ്റ് വാരി. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് പ്രദേശങ്ങൾ ഏതാ? മഹൽവാരി. മഹൽവാരി കേട്ടോ, മഹൽവാരി. ഓക്കെ, ഉത്തരേന്ത്യക്കാരും മധ്യേന്ത്യക്കാരും പഞ്ചാബികളെല്ലാം മഹാമാരെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ. നടപ്പിലാക്കിയ ആളുടെ പേര് ഹോൾട്ട് മെക്കൻസി. ഹോൾട്ട് മെക്കൻസിയാണ് നടപ്പിലാക്കിയത്. ശാശ്വത ഭൂനികുതി നടപ്പിലാക്കിയത് കോൺവാലിസ്. റൈറ്റ് വാരി നടപ്പിലാക്കിയത് തോമസ് മൺറോയും അലക്സാണ്ടർ റീഡും. എന്നാൽ മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കുന്നത് ഹോൾട്ട് മെക്കൻസി. ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചു. ഇവിടെ മഹൽ എന്ന് പറയുന്നത് ഗ്രാമം. മഹൽ എന്ന് പറഞ്ഞാൽ ഗ്രാമം. ഓക്കെ, റൈറ്റ് എന്ന് പറഞ്ഞാൽ കർഷകൻ. സെമീന്ദാരി സമ്പ്രദായം ഏതെന്ന് കേട്ടാൽ ശാശ്വത ഭൂനികുതി. അപ്പൊ ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചു. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. നമ്മൾ റൈറ്റ് വാരിയിൽ പറഞ്ഞത് നികുതി നൽകാത്ത കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തെന്നാണ്. ഇവിടെ ഒരു ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കിയാണ് നികുതി പിടിച്ചത്. അപ്പൊ നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ഏതിൽ? മഹൽവാരിയിൽ. മഹൽ എന്ന് പറഞ്ഞാൽ ഗ്രാമം. മാറിപ്പോവരുത്, ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. ഓക്കെ അല്ലേ? ഈ കട്ടിങ് ഞാൻ ടെലഗ്രാം ചാനൽ കൊടുത്തിരിക്കുക. അപ്പോൾ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. നിങ്ങൾ അപ്പോൾ ഈ ഒരു SCERT കട്ടിങ്സ് അവിടെ ഒന്ന് എടുത്താൽ മതി. ഓക്കെ, പഠിച്ചുകൊണ്ടാൽ മതി കേട്ടോ. ശരി, ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യിപ്പിക്കാം. ഒരു കാര്യം കൂടെ പറയാണ്ട് ഓടിക്കള എല്ലാവരും. ക്വസ്റ്റ്യൻ എവിടെ? അവിടെ നോക്കാം. നമ്മൾ പഠിച്ചു വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്യണേ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതെന്നാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർ ആയിരുന്നു.
ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നടപ്പിലാക്കിയത്. കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇതിന്റെ ഉത്തരം ഞാനല്ല പറയാൻ പോകുന്നത്, നിങ്ങൾ കമന്റ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ചറപറ കമന്റ് ചെയ്തോ ഉത്തരം ഏതെന്നുള്ള കാര്യം. പിന്നെ ഒരു കാര്യം കൂടെ, കഴിഞ്ഞ വർഷം അതായത് കഴിഞ്ഞ വർഷം 2024 LDC പരീക്ഷയിൽ ചോദ്യം ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഭൂനികുതി വ്യവസ്ഥയിൽ ഏതൊക്കെയെന്നുള്ളത്. അപ്പൊ ആ സമയത്ത് ഈ 3 മാത്രമല്ല ആൻസർ ആയിട്ട് എടുത്തത്, ഒന്നും കൂടെ ഉണ്ടായിരുന്നു, ഫ്യൂഡൽ വ്യവസ്ഥ അല്ലെങ്കിൽ ജന്മിത്ത വ്യവസ്ഥ. അപ്പൊ 4 തരത്തിലുള്ള ഭൂനികുതി വ്യവസ്ഥകളാണ് നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അതിൽ 3 കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നടപ്പിലാക്കിയത് എത്ര എണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSC എടുത്ത ആൻസർ 4 ശാശ്വത ഭൂനികുതി, റൈറ്റ് വാരി, മഹൽ വാരി, ഫ്യൂഡൽ വ്യവസ്ഥ അല്ലെങ്കിൽ ജന്മിത്ത വ്യവസ്ഥ. അപ്പൊ അതും കൂടെ ഓർത്തിരിക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഈ നോട്ടിന്റെ PDF അല്ല, ഈ SCRT കട്ടിങ് ഞാൻ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ടാവും, അവിടെ വന്നത് എടുത്തോളുക. ഓക്കെ അല്ലേ? സോ നമ്മൾ അടുത്ത ക്ലാസ് വീണ്ടും കാണും. ബൈ.